ഹലോ മക്കളെ, നമ്മളെ USS എക്സാമിനേഷൻ അടുത്തെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ ഡിസ്ക്വാളിഫൈ ആവും. അപ്പോൾ അതെന്താണെന്ന് അറിയാൻ വേണ്ടി നിങ്ങൾ ഈ ഒരു വീഡിയോയുടെ ലാസ്റ്റ് വരെ ഒന്ന് കാണുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇൻസ്ട്രക്ഷൻ ആണ്. കാരണം നമ്മൾ ഒരുപാട് പഠിച്ച് അത്രയും കൊല്ലത്തെ, അതായത് നിങ്ങളിപ്പോൾ ഈ ഒരു കൊല്ലം തുടങ്ങിയ മുതൽ അത്രയും ദിവസത്തെ നിങ്ങളുടെ ഒരു പ്രയത്നത്തിൻ്റെ ഫലമാണ് ഈ ഒരു USS എക്സാമിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ അത്രയും പഠിച്ചെടുത്ത ഒരു സാധനം നിങ്ങളെല്ലാം വൃത്തിക്ക് എഴുതി, പക്ഷേ ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ആ എക്സാമിൽ നിന്ന് നിങ്ങൾ ഡിസ്ക്വാളിഫൈ ആയി പോകും. അതായത് നിങ്ങളുടെ പേപ്പർ പോലും ആരും കറക്റ്റ് ചെയ്യില്ല. അപ്പോൾ ഈ ഒരു വീഡിയോ എന്തായാലും ലാസ്റ്റ് വരെ മിസ് ചെയ്യാതെ കാണാം. ഇപ്പോൾ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒരു തംസ് അപ്പ് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. USS എഴുതുന്ന എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളുടെ എക്സാം ഷീറ്റ് എന്ന് പറയുന്നത് നമുക്ക് സാധാരണ സ്കൂളിൽ നിന്ന് കിട്ടുന്ന പോലെ നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള ആൻസേഴ്സ് അല്ല അല്ലേ, ഇങ്ങനെ എസ്സേ അടിച്ച് എഴുതുന്ന പോലത്തെ ആൻസേഴ്സ് അല്ല. നമുക്ക് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ് അല്ലേ. എന്താണ്, നമുക്ക് MCQ ആണ് ഉണ്ടാവുക. അങ്ങനെ പറഞ്ഞാൽ എന്താ, നമുക്ക് ഇങ്ങനെ കറക്കി കുത്താം അല്ലേ. ഏതെങ്കിലും ഒന്ന് മാർക്ക് ചെയ്താൽ മതി, 4 ഓപ്ഷൻസ് ഉണ്ടാവും. ഈ രീതിക്കാണ് എന്തുണ്ടാവുക, നമ്മളുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവുക അല്ലേ. അപ്പോൾ അതിന് ആൻസർ ഷീറ്റ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് നമ്മൾ പറയുക. OMR ഷീറ്റ് എന്നാണ് നമ്മൾ ഇതിനെ പറയുക. ഓക്കെ, ഇങ്ങനെയാണ് നിങ്ങളുടെ ആൻസർ ഷീറ്റ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇത് കിട്ടുന്ന സമയത്ത് നിങ്ങൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടതാണ്, നമ്മൾ ബബിൾ ചെയ്യാണ് വേണ്ടത്. ഓക്കെ, ബബ്ലിംഗ് എന്ന് കേട്ടിട്ട് നമ്മൾ ബബിൾ ചെയ്യാണ് ഇവിടെ ചെയ്യേണ്ടത്. അല്ലാതെ നിങ്ങൾക്ക് എഴുതേണ്ടതായിട്ട് ഒന്നും ഇവിടെ ഇല്ല. ഓക്കെ, ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുക, അതിനുള്ള ആൻസർ ആണ് നിങ്ങൾ ഇവിടെ എഴുതേണ്ടത്. അപ്പോൾ ഏറ്റവും ആദ്യം നിങ്ങൾ ഫസ്റ്റ് പ്രൈമറി ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ വേറെ ഒരു കളറും ഇവിടേക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പാടില്ല. ബ്ലൂ ഓർ ബ്ലാക്ക് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഓക്കെ, റെഡ് ഒന്നും കൊണ്ടുപോകരുത്. ബ്ലൂ ഓർ ബ്ലാക്ക് മാത്രമാണ് നിങ്ങൾ ബോൾ പെൻ ഇവിടെ യൂസ് ചെയ്യാൻ പാടുള്ളൂ നമ്മൾ എക്സാം എഴുതാനായിട്ട്. ഓക്കെ, അതേപോലെ തന്നെ വേറൊന്നാണ്, നിങ്ങൾക്ക് ഇങ്ങനെയാണ്. മിസ് ഒന്നും കൂടി സൂം ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, ഇങ്ങനെ ഓപ്ഷൻസ് ഇങ്ങനെയാണ് ABCD നിങ്ങൾക്ക് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെ നിങ്ങളുടെ റോൾ നമ്പർ. ഓക്കെ, റോൾ നമ്പർ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ റോൾ നമ്പർ എന്ന് പറയുന്നത് 1 2 3 4 5 6 എന്നാണെന്ന് വിചാരിക്കുക. എക്സാമ്പിൾ ആണ് കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഈ 1ന്റെ താഴെ 1 വരുന്നിടത്താണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ബബിൾ ചെയ്യേണ്ടത്. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. ബബിൾ ചെയ്യുന്ന സമയത്ത് പതുക്കെ ചെയ്താൽ മതി. ഓക്കെ, ഒരു ഇത്തിരി അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ പുറത്തേക്കൊക്കെ ആയി പോയി കഴിഞ്ഞാൽ അവരത് വാല്യൂ ചെയ്യില്ല. കാരണം എന്താ, അത് ടീച്ചേഴ്സ് അല്ല അല്ലെ, മിസ്സിനെയോ നിങ്ങളെ ഒന്നും പോലെ മനുഷ്യന്മാരല്ല ഇത് വാല്യുവേറ്റ് ചെയ്യുന്നത്. കമ്പ്യൂട്ടറൈസ്ഡ് വാല്യുവേഷൻ ആണ്. സോ കമ്പ്യൂട്ടറിന് അറിയില്ല, എൻ്റെ മക്കൾ പാവം, അവർക്ക് അറിയാനായിട്ടാണ്. അങ്ങനെയൊന്നും കമ്പ്യൂട്ടറിന് അറിയില്ല. കമ്പ്യൂട്ടർ അങ്ങനെ അത് മാറ്റി വെക്കും, അതിന് റീഡ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ. അപ്പോൾ കുറച്ച് സമയം എടുത്തിട്ടാണെങ്കിലും കുഴപ്പമില്ല, വൃത്തിക്ക് പുറത്തേക്കൊന്നും ആവാതെ എന്ത് ചെയ്യുക, കളർ ചെയ്യുക. ഓക്കെ, അങ്ങനെ വേണം ചെയ്യാൻ. അതേപോലെ 2ന്റെ താഴെ 2ന് കളർ ചെയ്യുക, 3ന്റെ താഴെ 3ന് കളർ ചെയ്യുക, 4ന്റെ താഴെ 4ന് കളർ ചെയ്യുക. അങ്ങനെയാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, മാർക്ക് ചെയ്യേണ്ടത്. റെഡി അല്ലേ? യെസ്. അതേപോലെ തന്നെ നമ്മളുടെ ആൻസേഴ്സ് ആണെങ്കിലും ഫസ്റ്റ് പാർട്ട് എക്ക് നിങ്ങൾക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യന് 4 ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അതിൽ B ആണ് നിങ്ങളുടെ ആൻസർ എന്നുണ്ടെങ്കിൽ നിങ്ങൾ Bക്ക് വേണം ബബിൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഈ ബബിൾ ചെയ്യുന്ന സമയത്ത് ഒരിക്കലും നിങ്ങൾ തെറ്റെന്നോ അല്ലെങ്കിൽ ടിക്ക് മാർക്കോ അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇടാൻ പാടില്ല. നിങ്ങൾ ഫുള്ളായിട്ട് ഡാർക്കൻ ചെയ്യാണ് വേണ്ടത്, അല്ലാതെ തെറ്റും ശരിയായിട്ടൊന്നും ഇടാനൊന്നും പാടില്ല. ഓക്കെ, റെഡി? ഇങ്ങനെ പകുതി കളർ ചെയ്ത് വെക്കാൻ പാടില്ല, ഫുള്ള് കളർ ചെയ്യാതെ തറ്റത്ത് മാത്രം വിട്ട് വെക്കാൻ വേണ്ടി പാടില്ല. ഓക്കെ, ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും വെട്ടിടാൻ പാടില്ല, ശരി ഇടാൻ പാടില്ല. ഓക്കെ, ഇത് നല്ലോണം ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ നമുക്കറിയാം, നമുക്ക് എന്തുണ്ട്, പാർട്ട് 1ഉം പാർട്ട് 2 ആയിട്ടാണ് അല്ലെ, പേപ്പർ 1 പേപ്പർ 2 ആയിട്ടാണ് നമ്മളുടെ എക്സാം നടക്കുന്നത്. അപ്പോൾ പേപ്പർ 1 ആണെങ്കിൽ നിങ്ങൾക്ക് ടോട്ടൽ എത്ര ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക, 50 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. അതിനകത്ത് നിങ്ങൾ 50 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. അതിൽ നിങ്ങൾ എത്ര അറ്റൻഡ് ചെയ്താൽ മതി, 45 അറ്റൻഡ് ചെയ്താൽ മതി. അതേപോലെ പേപ്പർ 2ൽ നിങ്ങൾക്ക് ടോട്ടൽ 55 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. അതിനകത്ത് നിങ്ങൾ 45 അറ്റൻഡ് ചെയ്താൽ മതി. ടോട്ടൽ 90 ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് എക്സാമിന് അറ്റൻഡ് ചെയ്യാനായിട്ടുള്ളത്. ഓക്കെ, റെഡി അല്ലേ? യെസ്. അപ്പോൾ നിങ്ങൾ ഇനിയിപ്പോൾ എല്ലാം എഴുതി വെച്ചാലും ആദ്യത്തെ 45 ശരി ഉത്തരങ്ങളാണ് അവരെന്ത് ചെയ്യുക, നോക്കുക കേട്ടോ. ഓക്കെ, റെഡി അല്ലേ? യെസ്. അപ്പോൾ അതേപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് ഒരു ബാർകോഡ് ഉണ്ടാവും. ആ ബാർകോഡിന്റെ മേലെയും ഒന്നും കുത്തിവര ഒന്നും ഇടാൻ പാടില്ല. ഓക്കെ, വേറൊരു സ്ഥലത്ത് നിങ്ങൾ വെറുതെ സ്ട്രേ മാർക്സ്, അതായത് കുത്തിവരൊന്നും ഇടാൻ പാടില്ല, കാൽക്കുലേഷൻസ് ചെയ്യാൻ പാടില്ല. അതേപോലെ തന്നെ ഈ ഒരു പേപ്പർ നിങ്ങളുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ അത്രയും നീറ്റായിട്ട് ഇതിനെ ഉപയോഗിക്കുക. ചുളുങ്ങി പോവാനോ കീറി പോവാനോ ഒന്നും പാടില്ല. ഓക്കെ, അപ്പോൾ ഇത് വളരെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. റെഡി? യെസ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ നിങ്ങളുടെ USS എഴുതുന്ന എല്ലാ ഫ്രണ്ട്സിനും അയച്ചു കൊടുക്കുക. കാരണം ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. പഠിച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല, ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഡിസ്ക്വാളിഫൈ ആയി പോകും നിങ്ങൾ. ഓക്കെ, അതുകൊണ്ട് ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെട്ടെങ്കിൽ ഒരു താങ്ക് യു മിസ് എന്നുള്ള കമൻറ്റ് നമ്മളുടെ ഈ ഒരു വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക.